നമസ്കാരം. മൈ എയിം അക്കാഡമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ കലയും സാഹിത്യവും എന്നാണ്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പിന്നെ ദീർഘിപ്പിക്കുന്നില്ല, ടോപ്പിക്കിലേക്ക് കടക്കാം. ദേശീയത എങ്ങനെയാണ് സാഹിത്യത്തിൽ പ്രതിഫലിച്ചതെന്ന് നോക്കാം. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനുമെതിരായ പ്രതിഷേധം സാഹിത്യത്തിൽ പ്രതിഫലിച്ചു. രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളിൽ ചിത്രീകരിച്ചു. ഇവ വായിച്ച് മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങൾ തങ്ങളുടേതു കൂടിയാണെന്ന് അനുഭവപ്പെട്ടു. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു. ഇത് ജനങ്ങളിൽ ചൂഷണ വിരുദ്ധ മനോഭാവവും സ്വന്തം രാജ്യത്തോടുള്ള ഇഷ്ടവും വളരുന്നതിന് കാരണമായി. മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങളും സാക്ഷരരായ വരേണ്യവർഗവും തമ്മിലുള്ള അന്തരം കുറച്ചു. ശശികുമാർ ഘോഷ്, സതീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരത് മാതാ എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന് ബംഗാളി സാഹിത്യകാരനായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ എന്തു ചെയ്തു? ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠം ആണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. അപ്പോൾ ആനന്ദമഠം രചിച്ചതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അദ്ദേഹം എന്തിനെ പ്രമേയമാക്കിയിട്ടാണ് രചിച്ചത്? സന്യാസി കലാപം പ്രമേയമാക്കിയിട്ടായിരുന്നു രചിച്ചിരുന്നത്. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിൽ നിന്നാണ് വന്ദേമാതരം എന്ന നമ്മുടെ ഗാനം, ദേശീയ ഗാനം എടുത്തിട്ടുള്ളത്. ബംഗാളിലെ ഒരു നാടകകൃത്തായിരുന്നു ദീനബന്ധു മിശ്ര. അദ്ദേഹം രചിച്ച നീൽ ദർപ്പൺ എന്ന നാടകം നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെയാണ് ചിത്രീകരിച്ചിരുന്നത്. നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകം വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുത്തു. പിന്നീട് ഇന്ത്യയിലെമ്പാടും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു. സാരെ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഗാനം ആരാണ് രചിച്ചത്? ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് രചിച്ചത്. തന്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെയും ജനങ്ങളുടെ ഐക്യത്തെയും അദ്ദേഹം പാടി പുകഴ്ത്തി. ഇന്ത്യ എന്ന ഏക രാഷ്ട്രത്തെ കുറിച്ചുള്ള ബോധം ജനങ്ങളെ സൃഷ്ടിക്കാൻ ഇങ്ങനെയുള്ള രചനകൾ കാരണമായി. വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും തുളുമ്പുന്ന കൃതികൾ രചിച്ചിരുന്നു. ഏതൊക്കെ ഭാഷകളിൽ ആരൊക്കെ എന്തൊക്കെ കൃതികളാണ് രചിച്ചതെന്ന് നോക്കാം. കൃതി ഗോര ഗീതാഞ്ജലി രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഭാഷ ബംഗാളി. അടുത്തത് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ രചിച്ചത് പ്രേംചന്ദ്. ഭാഷ ഹിന്ദി. അടുത്തത് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപ്പാട്ട് രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. ഭാഷ ഏതായിരുന്നു? തമിഴായിരുന്നു. ഹയാത്തി സാദി ഹയാത്തി ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലിയാണ് രചിച്ചത്. ഉറുദു ഭാഷയിലാണ്. നിബന്ധമാല രചിച്ചത് വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ ആണ്. മറാത്തി ഭാഷയിൽ. എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. മലയാളം. ഈ ചിത്രത്തിൽ കാണുന്ന ഭാരത് മാതയുടെ ചിത്രം ബംഗാളി ചിത്രകാരനായ അവനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ഒരു ജലച്ഛായ ചിത്രമാണ്.
ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരവും വസ്ത്രവും വിജ്ഞാനവും എല്ലാം നൽകുന്ന ഒരു ഭാരത മാതാവിനെയാണ് ഈ ചിത്രത്തിൽ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം നിർണായക പങ്ക് വഹിച്ചു. അതുപോലെ ഇതുപോലെ തന്നെ പല ഭാരത് മാതയുടെ ചിത്രവും പിന്നീട് ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചാരത്തിലായി. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനും ആയി അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. പാശ്ചാത്യ രീതി ഉൾക്കൊണ്ട് മലയാളിയായ രാജാ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യ കൃതികളിലും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യ കൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നും ഉള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തന്റെ ചിത്രങ്ങൾക്ക് വിഷയങ്ങളാക്കിയത്. സതി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന സതിയുടെ ചിത്രമാണ്. ഇന്ത്യയിൽ നിലനിന്ന ദുരാചാരങ്ങളെ ഒന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ ഒരു കാരണമായി. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരന്തങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷേർഗിൽ ചിത്രീകരിച്ചത്. ഇന്ത്യയിലെ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച അവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരച്ചു. അദ്ദേഹത്തിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രമാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ച് ഈ ചിത്രം പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിലുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ജനതയിൽ ദേശീയ ഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങളാണ് ഇവയെല്ലാം. ഇതോടൊപ്പം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകമായി. സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായ ഒരു അർദ്ധചന്ദ്രനും അടങ്ങുന്നതായിരുന്നു ഈ പതാക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോടുകൂടിയ ഒരു ദേശീയ പതാകയ്ക്കും രൂപം നൽകി. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നു ഈ ചർക്ക. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. അപ്പൊ 1947 ഇന്നത്തെ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ത്രിവർണ പതാക സ്വീകരിച്ചത്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും ആശയം ഉൾക്കൊണ്ടെടുത്തതാണ് നമ്മുടെ ദേശീയ മുദ്ര. ദേശീയ മുദ്ര സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു. 1907 ജർമ്മനിയിൽ സ്റ്റർഗർട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ ഇന്ത്യ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ഉയർത്തിയത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നന്ദി.